ഹായ് ഓൾ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അമേരിക്കൻ ലിറ്ററേച്ചർ എന്ന പേപ്പറിലെ നെക്സ്റ്റ് പോമാണ്. സോ യു വോണ്ട് ടു ബി എ റൈറ്റർ ബൈ ചാൾസ് ബുക്കോവ്സ്കി. ഹി ബോൺ ഓൺ 1920. അദ്ദേഹം ഒരു പോയറ്റാണ്, ഒരു നോവലിസ്റ്റാണ്. സിമ്പിളായിട്ടുള്ള ലാംഗ്വേജസ് ആയിരിക്കും എഴുതുന്നതിലൊക്കെ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഹി എക്സ്പ്ലോർഡ് ദ തീംസ് ഓഫ് ലവ്, ലോൺലിനെസ്, പോവേർട്ടി ഒക്കെയാണ്. അദ്ദേഹത്തിൻ്റെ ഫേമസ് നോവൽസുകളാണ് പോസ്റ്റ് ഓഫീസ്, സ്കാർലറ്റ് വിമൻ ഒക്കെ. ആൻഡ് ഹീ ഈസ് കൺസിഡേർഡ് ആസ് എ മേജർ ഫിഗർ ഇൻ അമേരിക്കൻ ലിറ്ററേച്ചർ. ഇനി നമുക്ക് നമ്മുടെ പോയറ്റിലേക്ക് പോകാം. സോ യു വോണ്ട് ടു ബി എ റൈറ്റർ. ലെറ്റ്സ് സീ. ഒരു റൈറ്റർ എങ്ങനെ ആകണം, ഒരു റൈറ്റർ എന്തൊക്കെ ചെയ്തുകൂടാ, അതൊക്കെയാണ് ഈ ഒരു പോയത്തിലൂടെ പറയുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ഷോർട്ടായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ഒരു റൈറ്റർ എന്തൊക്കെ ചെയ്യണം, ഒരു റൈറ്റർ എന്തൊക്കെ ചെയ്തുകൂടാ. എല്ലാവരും പറയും ഒരു റൈറ്റർ ആകുക അല്ലെങ്കിൽ റൈറ്റിംഗ്, ഒരു കാര്യം എഴുതുക, അതൊരു ഈസി ടാസ്ക്കാണ്. പക്ഷേ നമ്മുടെ പോയിറ്റ് പറയുന്നത് അതൊരു ഈസി ടാസ്ക് അല്ല. ആൻഡ് ഹി ആസ്ക് ഹൂ ഈസ് എ റിയൽ റൈറ്റർ. ആരാണ് ഒരു റിയൽ റൈറ്റർ, എങ്ങനെയാണ് ഒരു നല്ലൊരു എഴുത്തുകാരനാകാൻ പറ്റുക എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മുടെ ഓഥർ അല്ലെങ്കിൽ പോയറ്റ് ഇതിലൂടെ ചോദിക്കുന്നത്. ഈ ഒരു പോയത്തിൽ പ്രത്യേകിച്ചൊരു റൈം സ്കീമോ ഒരു പാറ്റേൺ ഒന്നും ഫോളോ അപ്പ് ചെയ്യുന്നില്ല. ഫ്രീ വേഴ്സിൽ എഴുതിയിരിക്കുന്ന ഒരു പോം. ആൻഡ് ഹി സേസ് ദാറ്റ് എപ്പോഴും ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഒരു പോം എഴുതാനായിട്ട് നമുക്കെപ്പോഴും ഒരു ഇൻട്രസ്റ്റ് വേണം. ഒരാൾ പോലും നമ്മളെ പുഷ് ചെയ്ത് എഴുതുന്ന ഒരു ഫോം ഓഫ് റൈറ്റിംഗ് ആകരുത് പോയട്രി എന്നാണ് ചാൾസ് പറയുന്നത്. ഓൾവേസ് നീഡ് എ പാഷൻ ഫോർ റൈറ്റിംഗ്. അല്ലാതെ പൈസയ്ക്ക് വേണ്ടിയിട്ടോ ഫേമസ് ആകാൻ വേണ്ടിയിട്ടോ ഒന്നും നമ്മൾ റൈറ്റിങ്ങിനെ അപ്രോച്ച് ചെയ്യാൻ പാടില്ല. ഒരു കോമ്പറ്റീഷനിൽ വിൻ ചെയ്യാൻ, ഫേമസ് ആകാൻ, പൈസ അക്വയർ ചെയ്യാൻ വേണ്ടി മാത്രം ഒരിക്കലും ഒരു റൈറ്റർ ആകാൻ പാടില്ല. എപ്പോഴും അതിനു വേണ്ടി ഒരു പാഷൻ വേണം, ഒരു ഇൻട്രസ്റ്റ് വേണം. എപ്പോഴും എഴുതുന്നത് അതൊരു ഗോഡിൻ്റെ ഒരു ബ്ലെസ്സിങ് ആണ്, അല്ലേ? അത് നമ്മുടെ ഉള്ളിലേക്ക് നാച്ചുറലി അക്വയർഡ് ആകുന്നതാണ്. അല്ലാതെ നമുക്കിങ്ങനെ എഴുതുന്നത് പഠിച്ചിട്ടൊക്കെ എഴുതാൻ പറ്റുന്നൊരു ടാലൻ്റ് അല്ല, അത് നാച്ചുറലി ഇൻബോൺ ആയിട്ട് ഉള്ളതാണ്. ആൻഡ് ഹീ സേസ് ദാറ്റ് കുറേ പേപ്പേഴ്സിൽ ഇങ്ങനെ എഴുതി ഇതൊക്കെ തെറ്റാന്ന് പറഞ്ഞിങ്ങനെ ആ പേപ്പേഴ്സിനെയൊക്കെ വലിച്ചെറിഞ്ഞ് കളയുന്ന ആൾ ഒരിക്കലും ഒരു നല്ല റൈറ്റർ അല്ല. വി മസ്റ്റ് ഗോ ഫോർ അവർ ഓൺ പാഷൻ ആൻഡ് ക്രിയേറ്റ് ചെയ്യണം. ആൻഡ് ഡോണ്ട് കോപ്പി ഫ്രം എനി വൺ. വേറെ ഓതേഴ്സിൻ്റെ കോപ്പീസൊക്കെ കോപ്പി ചെയ്ത് ഇത് ഞാൻ എഴുതിയതാണ് എന്നൊക്കെ പറഞ്ഞാൽ അതൊരു നല്ലൊരു റൈറ്റർ ആകാനായിട്ടുള്ളൊരു ടാലൻ്റ് അല്ല. ചിലപ്പോൾ അത്ര ഫേമസ് ആയിട്ടില്ലാത്ത ഒരാളുടെ ഒരു നോവലായിരിക്കാം അല്ലെങ്കിൽ ഒരു പോയത്തിൻ്റെ കളക്ഷൻ ആകാം. അതെടുത്തിട്ട് പറയുന്നത് ഞാൻ എഴുതിയതാണ്, എൻ്റെ സ്വന്തം ക്രിയേറ്റിവിറ്റിയാണ് എന്ന് പറഞ്ഞാൽ ചില അറിഞ്ഞുകൂടാത്ത ആൾക്കാർ വിശ്വസിക്കുമായിരിക്കും. പക്ഷേ അതൊരിക്കലും ഒരു നല്ലൊരു റൈറ്റർ ആകാനായിട്ടുള്ളൊരു ക്വാളിറ്റി അല്ല എന്നാണ് ഇതിലൂടെ നമ്മുടെ പോയറ്റ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഒരു റൈറ്റർ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ. എപ്പോഴും അദ്ദേഹത്തിൻ്റെ സ്വന്തം ക്രിയേറ്റിവിറ്റിയിൽ നിന്നും എഴുതുക. എപ്പോഴും ഒരു പാഷൻ വേണം, ഒരു ഇൻട്രസ്റ്റ് വേണം. അല്ലാതെ മറ്റൊരാളുടെ കോപ്പീസ് ഇങ്ങനെ കോപ്പി ചെയ്ത് എടുത്ത് സ്വന്തം കോപ്പീസാണ് എന്ന് പറഞ്ഞ് എഴുതാനായിട്ട് പാടില്ല. ഒരു കോമ്പറ്റീഷൻ വിൻ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഫേമസ് ആകാനോ പൈസയ്ക്ക് വേണ്ടിയിട്ടോ എഴുതാനായിട്ട് പാടില്ല. സ്വന്തം ക്രിയേഷൻസിനെ യൂസ് ചെയ്യുക. അതാണ് ഫസ്റ്റ് പാരഗ്രാഫിലൊക്കെ പോയറ്റ് പറയുന്നത്. പിന്നെ പറയുന്നത് ഒരു പോയറ്റ് എങ്ങനെ ആകണം, അതാണ്. എപ്പോഴും ഒറിജിനാലിറ്റീസ് വേണം. എപ്പോഴും എഴുതുമ്പോൾ ഒരു പാഷനേറ്റ് ആയിരിക്കണം. നേരത്തെ പറഞ്ഞ പോലെ ഡോണ്ട് ഗോ ഫോർ മണി. പൈസയ്ക്ക് പിന്നാലെ പോയി എഴുതരുത്. ഇത് എഴുതി കഴിഞ്ഞാൽ എനിക്ക് ഇത്ര രൂപയാണ് അതിൽ നിന്ന് കിട്ടുന്ന ലാഭം, അങ്ങനെയൊന്നും നോക്കി എഴുതാനായിട്ട് പാടില്ല. ആൻഡ് ഹി സേസ് ദാറ്റ് നമ്മളൊരു ലൈബ്രറിയിൽ പോകുമ്പോൾ അവിടെ ഒത്തിരി ബുക്സ് ഉണ്ട്, അല്ലേ? നമുക്ക് വായിക്കാൻ ഇഷ്ടമുള്ളതുണ്ട്, ഇഷ്ടപ്പെടാത്തതുണ്ട്. ചിലത് ഭയങ്കര വലുതായിരിക്കും, ചിലപ്പോൾ വളരെ ഷോർട്ടായിരിക്കും. ഇപ്പോൾ നമുക്ക് ഷോർട്ടും നല്ല സ്റ്റോറീസൊക്കെ വായിക്കാനായിരിക്കും എല്ലാവർക്കും ഇഷ്ടം, അല്ലേ? അപ്പോൾ ഒരു ലൈബ്രറിയിൽ ആവശ്യമായ ബുക്സുമുണ്ട്, ആവശ്യമില്ലാത്ത ബുക്സുമുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു ക്രിയേഷനും ഒരു കഴിവും ഇല്ലാത്ത ഒരാൾ ഒരു ബുക്ക് കൂട്ടാനായിട്ട് എഴുതുന്നത് അത്ര നല്ലതല്ല. എപ്പോഴും റീഡേഴ്സിനെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള വർക്ക്സുകൾ എഴുതണം. ഓഥറിൻ്റെ ഫീലിംഗ് എന്താണോ അതിൽ എഴുതിയിരിക്കുന്ന അതേ ഫീലിംഗ് തന്നെ വായിക്കുന്ന ആൾക്കും അറ്റ് എ ടൈം ഉണ്ടാവണം. അതായിരിക്കണം ഒരു റൈറ്റർ എന്നാണ് നമ്മുടെ
പോയറ്റ് പറയുന്നത്. ആൻഡ് ഹി സെയ്സ് ദാറ്റ് നമ്മുടെ പാഷൻ എപ്പോഴും ലൈഫ് ലോങ് ഉണ്ടാകണം. അതേപോലെയാണ് റൈറ്റിങ്ങും. എനിക്കിപ്പോൾ റൈറ്റർ ആകാനാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞ് ഞാൻ റൈറ്റിംഗ് എഴുതുന്നു. കുറേ നാൾ എഴുതിയിട്ട് പറയാം എനിക്ക് ഈ ജോബ് അത്ര സ്യൂട്ടബിൾ അല്ല, ഞാനിത് സ്റ്റോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് നിർത്തുന്നത് ഒരു റൈറ്റർ ഒരു ഗുഡ് റൈറ്റർ അല്ല. അങ്ങനെ ആവരുത്. ലൈഫ് ലോങ് ആ ഒരു ടാലൻറ്റിനെ മേക്ക് ചെയ്ത് കൊണ്ടുപോകണം. ആൻഡ് ഇൻ ദ എൻഡ് ഓഫ് ദ പോം ചാൾസ് ബുക്കോൾസി സേയ്സ് ദാറ്റ് ഒന്നുകിൽ പാഷനിലൂടെ മരിക്കും, അല്ല എങ്കിൽ പാഷൻ നമ്മളിലൂടെ മരിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു പോയറ്റ് എൻഡ് ചെയ്യുന്നത്. റൈറ്റിംഗ് ഇസ് ആൻ ആർട്ട്, അല്ലേ? അതൊരു ഗോഡിൽ നിന്ന് കിട്ടുന്നൊരു ഗിഫ്റ്റാണ്. ആൻഡ് ദിസ് പോം സെർവ്സ് എ ഡയറക്റ്റ് ആൻഡ് ബ്ലണ്ട് ഗൈഡ് ടു acquiring or aspiring a writer, emphasizing the importance of authenticity, passion. അതൊക്കെയാണ് ഈ ഒരു പോയത്തിലൂടെ എങ്ങനെ ഒരു റൈറ്റർ ആകാം, ഒരു റൈറ്റർ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തുകൂടാ, അതൊക്കെയാണ് ഈ ഒരു പോയത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇനി ഇതിൻ്റെ തീംസ് നോക്കാം. ക്രിയേറ്റിവിറ്റി, ക്രിയേഷൻ, പേഷ്യൻസ്, റൈറ്റിംഗ്, ഫെയ്ത്ത്, അതൊക്കെയാണ് ഇതിൻ്റെ തീംസ്. ദീസ് വർ ദ ലൈൻസ് ഓഫ് ദ പോം. ഗോ ത്രൂ ഇറ്റ്. നമുക്കിനി ഇതിൻ്റെ പോയറ്റിക് ഡിവൈസസ് നോക്കാം. അലിട്രേഷൻ, മെറ്റഫർ, സിമിലി, ഇമേജറി, റെപ്പറ്റീഷനൊക്കെയാണ് പോയറ്റിക് ഡിവൈസസ്. അലിട്രേഷനാണ് ഡോണ്ട് ഡു ഇറ്റ്. അതിങ്ങനെ ത്രൂ ഔട്ട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് വരാണ്. 10 times എന്തോ ഈ പോയത്തിലൂടെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. എഗൈൻ ആൻഡ് എഗൈൻ ഒരു അലിട്രേഷനാണ്. മെറ്റഫേഴ്സ് ഉണ്ട്. സിമിലിയാണ് ഡോണ്ട് ബി ലൈക്ക് സോ മെനി റൈറ്റേഴ്സ്, ഡോണ്ട് ബി ലൈക്ക് സോ മെനി തൗസൻഡ്സ് ഓഫ് പീപ്പിൾ ഒക്കെ ഇതിൻ്റെ സിമിലിയാണ്. പിന്നെ ഇമേജറി ഉണ്ട്. റെപ്പറ്റീഷനാണ് ഡോണ്ട് ഡു ഇറ്റ്, അത് കുറേ പ്രാവശ്യം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു പോം. സോ യു വോണ്ട് ടു ബി എ റൈറ്റർ. If you have any doubt regarding this poem, ask in the comment section. Thanks for watching and subscribe for more.